Hi guys, welcome to EIKV and this is Vishnu. So in this illustration, Ambika Textiles Mills. Ambika Textiles Mill proceeds clothes and fabrics. In addition, they undertook customer job order for processing of cloth towards optimal utilization of spare capacity and earned from loan licensing from the following income figures. അപ്പോൾ ഈ ഇല്ലസ്ട്രേഷനിൽ പറഞ്ഞ അംബിക ടെക്സ്റ്റൈൽസ് മിൽസ് അവർ കാരണം അവർക്ക് എക്സസ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് ലോൺ ലൈസൻസിങ്ങിന് വേണ്ടി യൂസ് ചെയ്തു പോകും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സ്പേസ് കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമ്മുടെ പറഞ്ഞേക്കുന്നത് കോസ്റ്റ് ഓഡിറ്റ് പ്രകാരമുള്ള ടേൺ ഓവർ കണ്ടുപിടിക്കാനാണ്. അപ്പം സം ഓഫ് ദി ഡീറ്റെയിൽസ് തന്നേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെയിൽസ് ഇൻക്ലൂഡിങ് എക്സൈസ് ഡ്യൂട്ടി 1200, അപ്പോൾ ടോട്ടലി 20,500. എക്സ്പോർട്ട് ഇൻസെൻറ്റീവ് വന്നിട്ടുണ്ട് 1250 വന്നിട്ടുണ്ട്. എക്സ്പോർട്ട് ഇൻകം വന്നിട്ട് 2100 വന്നിട്ടുണ്ട്. ഇനി എക്സ്പോർട്ട് ഡ്യൂട്ടി വന്നിട്ട് 450 വന്നിട്ടുണ്ട്. ഇൻകം ഫ്രം ജോബ് പ്രോസസ്സിങ് വന്നിട്ടുണ്ട് 1100. സ്ക്രാപ്പ് സെയിൽ വന്നിട്ടുണ്ട് 235. പിന്നെ ഇൻകം ഫ്രം ലോൺ ലൈസൻസിങ് ഓപ്പറേഷൻ തന്നിട്ടുണ്ട് 560 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു, ടേൺ ഓവർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. പിന്നെ രണ്ടാമത്തെ പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദ ഇയർ 2017-18 ഓഫ് ദ കമ്പനി ഷോൺ ബിലോ. 2017-18 ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് 29,60,000 ആണ് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റിൻ്റെ ടൈമിലുള്ള ഫിനാൻഷ്യൽ പ്രോഫിറ്റാണ് വന്നേക്കുന്നത്. പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. The company was engaged in trading activity by purchasing 6 lakhs and selling for rupees 7,50,000, incurring a cost of rupees 25,000. ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ 7 lakh പർച്ചേസ് ചെയ്ത് ഇതിൽ 7,50,000 ആയിട്ട് സെല് ചെയ്ത് ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ അതിൽ കോസ്റ്റ് 25,000 വന്നിട്ടുണ്ട്. ഇനി സം ഡിസ്കാർഡഡ് അസെറ്റ് എന്ന് വെച്ചാൽ സോൾഡ് ഓഫ് സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ നമ്മുടെ കുറേ അസറ്റ്സ് ഉണ്ടായിരുന്നു. ആ അസറ്റ് ഡിസ്കാർഡ് ചെയ്തിട്ട് വിറ്റ്, അതായത് നിൽ വാല്യൂ ഉള്ള അസറ്റ് ആയിരുന്നു. അത് സോൾഡ് ചെയ്ത് 90,000 സോൾഡ് ചെയ്തു. അപ്പോൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ സം റിനോവേഷൻ ഓഫ് മെഷീനറി റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കോസ്റ്റ് ഓഫ് റിനോവേഷൻ 6 lakh ആണ്. എൻ്റെ ലൈഫ് 5 years ആണ് ലൈഫ്, ബട്ട് എൻ്റെ എമൗണ്ട് ചാർജ്ഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്. ആസ് യൂഷ്വൽ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. 6 lakh വെച്ചിട്ട് ഒരു മെഷീൻ റിനോവേറ്റ് ചെയ്ത് പക്ഷേ ആ റിനോവേറ്റ് ചെയ്തതിൻ്റെ ലൈഫ് 5 years നിൽക്കും. പക്ഷേ എൻ്റയർലി എമൗണ്ട് P&L ചാർജ് ചെയ്തിട്ടുണ്ട് എക്സ്പെൻസ് ആയിട്ട്. പിന്നെ ഇൻട്രസ്റ്റ് വാസ് റിസീവ്ഡ് എമൗണ്ട് rupees 1,40,000 ഇൻട്രസ്റ്റ് വെച്ചിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന്. പിന്നെ വോളണ്ടറി റിട്ടയർമെൻറ്റ് പേ ഔട്ട് വന്നിട്ടുണ്ട്. വോളണ്ടറി റിട്ടയർമെൻറ്റ് പേയിൽ 3,50,000 വോളണ്ടറി റിട്ടയർമെൻറ്റ് പേയ്മെൻറ്റ് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് റെക്കോർഡ്സ്. പിന്നെ ഇൻഷുറൻസ് ക്ലെയിം ഓഫ് the previous year was received. ഇൻഷുറൻസ് ക്ലെയിം റിസീവ് ചെയ്തിട്ടുണ്ട് 2,50,000 ബട്ട് നോട്ട് കൺസിഡർഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്. പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ് ഗുഡ്സ് 2,40,000. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ് ഗുഡ്സ് ഓവർ വാല്യൂഡ് 1,10,000. അപ്പോൾ രണ്ടും ഓവർ വാല്യൂഡ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 2,40,000 ഓവർ വാല്യൂഡ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂഡ് 1,10,000. ഡൊണേഷൻ ഓഫ് rupees 80,000 ടുവേർഡ്സ് CSR കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ CSRന് വേണ്ടിയും ഒരു 80,000 കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ സൊല്യൂഷനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ടേൺ ഓവർ എന്താണെന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആസ് പെർ കമ്പനീസ് ആക്ട് 2013 ടേൺ ഓവർ മീൻസ് include gross turnover made by the company from sale and supply of all products and services during the financial year and includes സെയിൽസ് എടുക്കുക. സെയിൽസിൽ നിന്ന് നമ്മുടെ എക്സൈസ് ഡ്യൂട്ടി മൈനസ് ചെയ്തിട്ടുള്ള സെയിൽസ് എടുക്കുക 19,300. ട്രേഡ് സെയിൽസ് ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് 1,250 എടുത്തിട്ടുണ്ട്. എക്സ്പോർട്ട് ഇൻസെൻറ്റീവ് 2,100. അതേപോലെ തന്നെ ഇൻകം ഫ്രം ജോബ് പ്രോസസ്സിങ് 1,100. സ്ക്രാപ്പ് സെയിൽ എടുത്തിട്ടുണ്ട് 235 എടുത്തിട്ടുണ്ട്. പിന്നെ ഇൻകം ഫ്രം ലോൺ ലൈസൻസിങ്ങും എടുത്തിട്ടുണ്ട് 560 എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ സെയിൽ ടേൺ ഓവർ എന്ന് വെച്ചാൽ 24,545 വരും.
ഓക്കെ, അതാണ്. അപ്പം അത് ഇതിൽ നിന്ന് ഒരു ഐറ്റം മാത്രം എടുക്കാതെ ഇട്ടിട്ടുണ്ട്. എക്സ്പോർട്ട് ഡ്യൂട്ടി എടുത്തിട്ടില്ല, അത് മാത്രം. എക്സ്പോർട്ട് ഡ്യൂട്ടിയും എക്സ്പോർട്ട് ഇൻകവും എടുത്തിട്ടില്ല. എക്സ്പോർട്ട് ഇൻകം എടുത്തിട്ടുണ്ട്, എക്സ്പോർട്ട് ഡ്യൂട്ടി മാത്രം കൺസിഡർ ചെയ്യാതെ ബാക്കി എല്ലാം എടുത്തിട്ടുണ്ട് ഇതിൽ. ഇനി അടുത്ത നമുക്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആദ്യം എടുത്ത് എഴുതുക. 29,60,000 ആണ് പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ. പിന്നെ വേറെ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയേക്കുന്ന പ്രോഫിറ്റ്, അതായത് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യാത്ത ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് കളയാം, എന്നാലേ നമുക്ക് കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും. ട്രേഡിംഗ് ആക്ടിവിറ്റിയുടെ പ്രോഫിറ്റ് ഉണ്ട്, അത് നമ്മൾ കുറച്ച് കളയുക. പിന്നെ ഫിക്സഡ് അസറ്റ് സ്ക്രാപ്പ് ചെയ്ത ഫിക്സഡ് അസറ്റ് സോൾവ് ചെയ്തപ്പോൾ 90,000 കിട്ടി, അപ്പോൾ അതൊരു പ്രോഫിറ്റ് അല്ല, ഇൻകം ആണ്. പിന്നെ ഇൻട്രസ്റ്റ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഷുറൻസ് ക്ലെയിം റിസീവ് ചെയ്തത്, അതെല്ലാം ഇൻകം ആണ്. ഇനി ആഡ് ബാക്ക് ചെയ്യേണ്ട എക്സ്പെൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാൻ നേരത്ത് അതിൽ എഫക്റ്റ് ചെയ്യാത്ത കുറച്ച് എക്സ്പെൻസസ് ആണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റിനോവേഷൻ എക്സ്പെൻസസ് ഉണ്ട്, വോളണ്ടറി റിട്ടയർമെൻറ്റും ഡൊണേഷനും. വോളണ്ടറി റിട്ടയർമെൻറ്റ് ഡൊണേഷനും രണ്ടും കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരിക്കലും വരത്തില്ല, പക്ഷേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അത് പ്രോഫിറ്റിൽ നിന്ന് കുറച്ചിട്ടുണ്ട്, അപ്പോൾ അത് ആഡ് ബാക്ക് ചെയ്താൽ മാത്രം നമുക്ക് കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും. പിന്നെ റിനോവേഷൻ ഓഫ് മെഷീനറിയുടെ എക്സ്പെൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ടോട്ടലി 6 lakhs ആണ് നമ്മുടെ റിനോവേഷൻ എക്സ്പെൻസ് വന്നേക്കുന്നത്. അതിൽ ടോട്ടൽ 6 lakhs പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്തിട്ടാണ് പ്രോഫിറ്റ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ കൺസിഡർ ചെയ്യാൻ പറഞ്ഞാൽ ഈ റിനോവേഷൻ 5 years ആണ് എക്സ്പെക്റ്റഡ് ലൈഫായിട്ട് വരുന്നത്. അപ്പോൾ ഈ 5 years ആകുമ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റിങ്ങിലേക്ക് എടുക്കാൻ നേരത്ത് ടോട്ടൽ 6 lakh ഡിവൈഡഡ് ബൈ 5 ചെയ്തിട്ട് അതിൽ പെർ യൂണിറ്റ് പെർ ഇയർ എത്ര ചാർജ് ചെയ്യണം, അതാണ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ 5 yearsൽ ഒരു ഇയർ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇയറിലുള്ള എമൗണ്ടാണ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നത്. അതായത് 4/5 ഓഫ് 60,000 ചെയ്യുന്നത് 4,80,000 വരും. അത്ര എക്സ്പെൻസ് നമുക്ക് ഈ കൊല്ലമല്ല കാണിക്കേണ്ടത്, അത് റെസ്പെക്റ്റീവ് ഇയേഴ്സിലാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ. പക്ഷേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോൾ തന്നെ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതാണ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സ്റ്റോക്ക് വാല്യുവേഷൻ ആണ്. അപ്പം സ്റ്റോക്ക് വാല്യുവേഷൻ ഇവിടെ ആസ് പെർ കോസ്റ്റിംഗ് ആസ് പെർ ഫിനാൻസിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡിഫറൻസ് വരുന്നത് 1,30,000 ആണ്. ആ 1,30,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചേഞ്ചസ് മാറും. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും ഡിഫറൻസ് 1,30,000 ആണ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ 33,95,000. പിന്നെ ഉള്ളത് ട്രേഡിംഗ് ആക്ടിവിറ്റിയുടെ പർച്ചേസും എക്സ്പെൻസും ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് സെയിൽസ് മൈനസ് ചെയ്യാൻ നേരത്തെ ട്രേഡിംഗ് പ്രോഫിറ്റ് കിട്ടും. ഇതെല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നത്. അതായത് ടോട്ടൽ പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻസിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഇൻകം അല്ലെങ്കിൽ നമുക്ക് റിയലൈസ് ചെയ്തേക്കുന്ന ഇൻകം എല്ലാം ലെസ് ചെയ്യുക. അത് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ വരാത്ത ഇൻകം എല്ലാം ലെസ് ചെയ്യുക. അതേപോലെ തന്നെ ഫിനാൻഷ്യലി കാണിച്ചേക്കുന്നതും കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ വരാത്ത എക്സ്പെൻസ് എല്ലാം ആഡ് ബാക്ക് ചെയ്യുക. പിന്നെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ആഡ് ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ് കോസ്റ്റിംഗ് ആസ് പെർ പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. Guys, I hope you got clear and complete clarification regarding this illustration. So thanks for watching this video.